ഹായ് ഓൾ, HSST കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2018 കേരള PSC HSST മാത്തമാറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതുപയോഗിച്ചിട്ട് എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, അതുപോലെ തന്നെ അതുമായി റിലേറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഫാക്റ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ശ്രദ്ധിക്കാം. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/1 ഇൻറ്റു 3/2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സെട്ര n+1/n ഹോൾ പവർ 1/n. ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ ലിമിറ്റ്, അതായത് അവിടെ ഒരു സീക്വൻസിൻ്റെ nth ടേം എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാക്കുക. ആ സീക്വൻസിൻ്റെ nth ടേം അവിടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ലിമിറ്റ് വാല്യൂ എന്താണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ട്: 1, -1, E ഓർ -E. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്യുന്നതിന് മുന്നേ, അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് HSSTക്ക് ആയാലും അതുപോലെ തന്നെ നെറ്റിനായാലും അതുപോലെ തന്നെ സെറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് കണ്ട ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അത് ജനറലായിട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇതല്ലാതെ പല രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കേസസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് നെറ്റിനൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ HSST ഇതിന് ഓൾറെഡി ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെറ്റിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. വളരെ സിമ്പിളായിട്ട് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ചെയ്യുമ്പം നമുക്ക് ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് സോൾവ് ചെയ്യുക, അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന ഒന്ന് രണ്ട് ഫാക്റ്റുകൾ നമുക്ക് ജസ്റ്റ് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് കോഷീസ് ഫസ്റ്റ് തിയറം ഓൺ ലിമിറ്റ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ് ആ തിയറം ബേസിക്കലി മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക, പിന്നെ അതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഇഫ് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, അതായത് an എന്ന് പറയുന്നത് ഒരു സീക്വൻസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, an be a sequence. ഓക്കെ, then if limit n tends to infinity an equal to L, that means an is a convergent sequence that converges to L. Then limit n tends to infinity a1 plus a2 plus etc plus an by n also converges to the same limit as an converges. an converge ചെയ്യുന്ന അതേ ലിമിറ്റിലേക്ക് a1 plus a2 plus etc plus an by n nth ടേം ആയിട്ട് വരുന്ന സീക്വൻസും എന്ത് ചെയ്യുന്ന പറയുന്ന കൺവേർജ് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നമുക്ക് ബേസിക് ആയിട്ട്, സപ്പോസ് നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, an എന്ന് പറയുന്ന ഒരു സീക്വൻസ് നമ്മുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഈ an പറ്റി നമുക്ക് എല്ലാം അറിയാം. അതായത് an-ന്റെ കൺവേർജൻസ് L-ലേക്കാണെന്നൊക്കെ എനിക്ക് അറിയാം. ഓക്കെ, ഇനി ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, വേറൊരു സീക്വൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സീക്വൻസിലെ എലമെൻറ്റ്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? a1, a2, a3 എക്സെട്ര an എക്സെട്ര. ഈ രൂപത്തിലായിരിക്കും ഈ പറഞ്ഞിരിക്കുന്ന an എന്ന് പറഞ്ഞ സീക്വൻസിലുള്ള എലമെൻറ്റ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന an ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വേറൊരു സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാണ്, സച്ച് ദാറ്റ് ആ സീക്വൻസിൻ്റെ ഫോമും കൂടി ഒന്ന് മനസ്സിലാക്കുക. ഫസ്റ്റ് ടേം a1, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് a1 പ്ലസ് a2 ബൈ 2. ഓക്കെ, തേർഡ് ടേം എന്ന് പറയുന്നത് a1 പ്ലസ് a2 പ്ലസ് a3 ബൈ 3. അതായത് ഫസ്റ്റ് 3 ടേംസിൻ്റെ ആവറേജ്. ഇങ്ങനെ ജനറൽ ടേമായിട്ട് ഞാൻ എടുക്കുന്നത് ജനറൽ ടേം a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an ഡിവൈഡഡ് ബൈ n. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന nth ടേമിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫസ്റ്റ് n ടേംസിൻ്റെ ആവറേജ് ആണ് ശരിക്കും എന്ത് ഈ പറഞ്ഞിരിക്കുന്ന ടേം. അപ്പോൾ അങ്ങനെ ആവറേജ്, ഫസ്റ്റ് n ടേംസിൻ്റെ ആവറേജ് nth ടേമായിട്ട് വരുന്ന ഒരു സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ കൺവേർജൻസ് പറയാൻ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സീക്വൻസ് മൊത്തത്തിൽ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഈ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ബേസ് സീക്വൻസ് എന്താണോ അതിൻ്റെ കൺവേർജൻസ് എനിക്ക് അറിയുമെങ്കിൽ ഇതിൻ്റെ കൺവേർജൻസും നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. സപ്പോസ് ഈ സീക്വൻസ് ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച an എന്ന് പറഞ്ഞ സീക്വൻസ് L-ലേക്കാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും a1 പ്ലസ് a2 പ്ലസ് എക്സെട്ര പ്ലസ് an ബൈ n nth ടേമായിട്ട് വരുന്ന ഈ സീക്വൻസും എന്തിലേക്ക് തന്നെ കൺവേർജ് ചെയ്തോളും? L-ലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. അതാണ് കോഷീസ് ഫസ്റ്റ് തിയറം ഓൺ ലിമിറ്റ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ആ രീതിയിൽ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇത് ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്.
ഇനി ഇത് ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ, സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറയാം. അപ്പോൾ ആ എക്സാമ്പിൾ എന്താണെന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ കയ്യിലുള്ള സീക്വൻസ് ഇതാണെന്ന് വിചാരിക്കാം. 1 + 2⁻² + 3⁻³ എക്സെട്ര n⁻1/n /n. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിൻ്റെ ലിമിറ്റിംഗ് കേസ് എന്താണ്, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. ഈ സീക്വൻസിന് അങ്ങനെ തന്നെ എടുക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഈ സീക്വൻസിനെ നമ്മൾ ഈ ഒരു ടേമുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായത് ഇതിന് ഞാൻ an എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ടേമിന് എനിക്ക് a1 എന്ന് എഴുതിക്കൂടെ, കാരണം 1⁻1/n എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഓക്കെ, ഇനി n-ന് 2 കൊടുക്കുമ്പോൾ സെക്കൻഡ് ടേം എനിക്ക് കിട്ടും, അതായത് 2⁻1/2 ദാറ്റ് ഈസ് a2. ഓക്കെ, അപ്പോൾ മൂന്നാമത്തത് a3. ദെൻ nth ടേം ആണെന്ത് an, ദാറ്റ് ഈസ് /n. ഓക്കെ, ഇത് ഏത് രൂപത്തിലാണ് ഉള്ളത്, ഈ പറഞ്ഞിരിക്കുന്ന കോഷീസ് ഫസ്റ്റ് തിയറം ഓൺ ലിമിറ്റ്സിൻ്റെ അതേ ഫോമിലുള്ള രൂപത്തിലാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത് അല്ലേ. അപ്പോൾ ഇനി ഇതിൽ an വാല്യൂ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയേ. an വാല്യൂ എന്ന് പറയുന്നത് എന്താ, an = n⁻1/n ആണ്. ഓക്കെ, അപ്പോൾ കോഷീസ് ഫസ്റ്റ് തിയറം പറയുന്നത് എന്താ, ഈ പറഞ്ഞിരിക്കുന്ന ഇത് കൺവേർജ് ചെയ്യുന്ന ലിമിറ്റ് ശരിക്കും ഏതാണ്, an കൺവേർജ് ചെയ്യുകയാണെങ്കിൽ, എപ്പോഴും മനസ്സിലാക്കുക an കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണെങ്കിൽ മാത്രമേ ഇത് വാലിഡ് ആവുള്ളൂ. അല്ലാത്ത കേസിൽ ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് എപ്പോഴും ട്രൂ ആവണം നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഈ സമ്മ് ഈ രീതിയിൽ ഇങ്ങനെയുള്ളൊരു സീക്വൻസ് എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ട് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി an കൺവേർജ് ചെയ്യണം നിർബന്ധം ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതിൻ്റെ അത്തരം റിസൾട്ടുകളും ഇതുപോലുള്ള പ്രോബ്ലങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അവിടെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ഇങ്ങനത്തെ ഡിസ്കസ് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ദെൻ ഇനി അപ്പോൾ നമ്മൾ an എന്ന് പറയുന്ന സീക്വൻസ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് n⁻1/n ആണ്. അത് ആദ്യം കൺവേർജൻ്റ് ആണോ ഡൈവേർജൻ്റ് ആണോ നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ a എന്ന് പറയുന്നത് n⁻1/n ആണ്. നമുക്കറിയാം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n⁻1/n വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 1 ആണെന്ന് എനിക്കറിയാം. ഓക്കെ, ഓൾറെഡി നമുക്ക് അറിയുന്ന ഒരു റിസൾട്ടാണത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ an = n⁻1/n അത് കൺവേർജസ് ടു 1 ആയതുകൊണ്ട് ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ ആവറേജ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്ന വേറൊരു സീക്വൻസ്, ഓക്കെ, ആ സീക്വൻസും സ്വാഭാവികമായിട്ടും ഈ an കൺവേർജ് ചെയ്യുന്ന അതേ ഇതിലേക്ക് തന്നെ കൺവേർജ് ചെയ്യില്ലേ, അതായത് എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം. നമ്മൾ സിമ്പിളായിട്ട് ഇതൊക്കെ എപ്പോഴൊക്കെ ആയിട്ട് നെറ്റിനൊക്കെ ചോദിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ രീതിയിൽ സമ്മ് ഫോമിലാണ് വരുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, a1 + a2 എക്സെട്ര an/n എന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൽ നിന്ന് an ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ആ സീക്വൻസ് കൺവേർജൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. കൺവേർജൻ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ റിസൾട്ട് പറയാൻ പറ്റൂ, അല്ല അതർവൈസ് ഇത് നമുക്ക് യൂസ് ഇല്ലാത്ത റിസൾട്ട് ആയിരിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന റിസൾട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ നേരത്തെ പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു റിസൾട്ട് ഉണ്ട്. ആ റിസൾട്ടിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് പോയിട്ട് വരാം. ഓക്കെ, ആ റിസൾട്ട് പറയുന്ന ഇതാണ്: if an be a sequence of positive terms converges to a point limit L, then the sequence a1 into a2 into etc. an⁻1/n of its geometric mean also converges to L. നേരത്തെ നമ്മൾ പഠിച്ചത് എന്താ, an എന്ന് പറയുന്നൊരു സീക്വൻസ് എന്തിലേക്ക് കൺവേർജ് ചെയ്യുന്നു, എല്ലിലേക്ക് കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ ആവറേജ് വരുന്ന സീക്വൻസ്, ഓക്കെ, അരിത്തമെറ്റിക് മീൻ വരുന്ന സീക്വൻസ് nth ടേമായിട്ട് വരുന്ന സീക്വൻസും എന്തിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും, എല്ലിലേക്ക് കൺവേർജ് ചെയ്യും. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് കുറച്ചും കൂടി റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാണ്. an എന്തായിരിക്കണം, >0 ആയിരിക്കണം. അതായത് പോസിറ്റീവ് ടേം സീക്വൻസ് ആണ്. അത് ഒരു പർട്ടിക്കുലർ എല്ലിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ ജോമെട്രിക് മീൻ nth ടേമായിട്ട് വരുന്ന സീക്വൻസും എന്തിലേക്ക് തന്നെ പോവും, എല്ലിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. ഈ റിസൾട്ട് നമുക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന കോഷീസ് ഫസ്റ്റ് തിയറം ഉപയോഗിച്ച് സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നമ്മളിവിടെ ലോഗൊക്കെ എടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ പ്രൂഫിലൊക്കെ ഞാൻ കടക്കുന്നില്ല, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ റിസൾട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കേസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഇന്നത്തെ പ്രോബ്ലത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ റിസൾട്ട് ഇതാണ്: if n ടെൻസ് ടു ഇൻഫിനിറ്റി
an is equal to L, then limit n tends to infinity a1 into a2 into etc. an raised to 1 by n equal to L. ഓക്കെ, ഇനി നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന പ്രോബ്ലം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 2/1 3/2 അല്ലേ. ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ മൈൻഡിലേക്ക് വരേണ്ടത് ഹോൾ റേസ് ടു 1 by n എന്ന് പറയുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെയുള്ള ടേംസ് പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ എപ്പോഴും nth ടേം ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. n എന്ന് പറഞ്ഞാൽ n+1/n ഹോൾ പവർ n. അങ്ങനെയാണെങ്കിൽ അതിന് 1 കൊടുത്താൽ എനിക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ 1 കൊടുത്താൽ എനിക്ക് എന്താ കിട്ടുക? 2/1 ഹോൾ പവർ 1, ദാറ്റ് ഈസ് a1 തന്നെയാണ്, അത് കുഴപ്പമില്ല. ഇനി 2 കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു ഇവിടെ 2 കൊടുക്കുക. ഇവിടെ ഈ കേസിൽ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 + 1 ദാറ്റ് ഈസ് 3/2 ഹോൾ പവർ n ആണ് 2, അത് കിട്ടുന്നുണ്ട്. അപ്പോൾ a2, ദെൻ അടുത്ത് എന്തായിരിക്കും a3. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് a1 ഇൻറ്റു a2 ഇൻറ്റു a3 ഇൻറ്റു എക്സെട്ര ഹോൾ റേസ് ടു 1 by n എന്ന ഫോമിലല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൺവേർജൻസ് എങ്ങോട്ടേക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ an എന്താണെന്ന് നോക്കുക. an എന്ന് പറയുന്നത് എന്താ? an is equal to n+1 by n ഹോൾ പവർ n ആണ്. ഓക്കെ, n+1 by n ഹോൾ പവർ n. ഇനി ഇതിൻ്റെ ലിമിറ്റിംഗ് വാല്യൂ എന്താണെന്ന് ആലോചിച്ച് നോക്ക്. അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n+1 by n ഹോൾ പവർ n ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ n+1 by n ത്രൂ ഔട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? 1+1 by n. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, അത് n by n + 1 by n അല്ലേ, അതെന്തായിട്ട് മാറി? 1+1 by n ഹോൾ പവർ n. ഈ ലിമിറ്റ് എത്രയാണെന്ന് എനിക്കറിയാം, നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് പഠിക്കുന്നതാണ്. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി 1+1 by n ഹോൾ പവർ n എന്ന് പറയുന്നത് ഈ ആണ്. അതായത് an ഈക്വൽ ടു n+1 by n ഹോൾ പവർ n എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഞാൻ എടുത്താൽ അത് എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തോളും? ഇയിലേക്ക് കൺവേർട്ട് ചെയ്തോ. ഇനി ഈ പറഞ്ഞിരിക്കുന്ന സീക്വൻസിൽ ഫസ്റ്റ് n ടേംസിൻ്റെ ജോമെട്രിക് മീൻ ആണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലുള്ള സീക്വൻസ്. ഓക്കെ, അതിൻ്റെ ഒരു nth ടേം എന്നുള്ള രീതിയിലേക്ക് ആലോചിക്കുക. അവിടെ സീക്വൻസ് ആണെന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഒരു സീക്വൻസിൻ്റെ nth ടേം ആയിട്ട് പരിഗണിക്കുകയാണ്. ഓക്കെ, കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആ ഓരോ ടേം ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും? ഇതേ രീതിയിൽ ഇങ്ങനെ കോമിറ്റ് നമുക്ക് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ എഴുതി കോമിറ്റ് മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു സീക്വൻസിൻ്റെ ഒരു ഫോം അവിടെയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ആ രീതിയിൽ നമ്മുടെ an എന്ന് പറയുന്നത് n+1 by n ഹോൾ പവർ n എന്ന് പറയുന്നത് ഇയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രോഡക്റ്റും ജോമെട്രിക് മീൻ, പ്രോഡക്റ്റ് അല്ല, ഇതിൻ്റെ ജോമെട്രിക് മീനും സ്വാഭാവികമായിട്ട് എന്തിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും? ഈ പറഞ്ഞിരിക്കുന്ന ഇയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യില്ലേ. അതായത് ഇതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറയുന്നത് എന്താ? ഈ പറഞ്ഞ an ഈക്വൽ ടു n+1 by n ഹോൾ പവർ n എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ഫസ്റ്റ് n ടേംസിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 2/1 ഇൻറ്റു സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താ? 3/2 ഹോൾ സ്ക്വയർ. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 4/3 ഹോൾ ക്യൂബ് എക്സെട്ര. nth ടേം എന്ന് പറയുന്നത് n+1 by n ഹോൾ പവർ n. ഇതിൻ്റെ ജോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ഹോൾ റേസ് ടു 1 by n. ഇത് nth ടേം ആയിട്ട് വരുന്ന സീക്വൻസും എന്തിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യും? കൺവേർജസ് ടു ഇ ആണ്. ഓക്കെ, അപ്പോൾ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റിംഗ് കേസ് ആയിട്ടുള്ള വരിക അല്ലേ. അപ്പം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ഈ പറഞ്ഞിരിക്കുന്ന 2/1 ഇൻറ്റു 3/2 ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സെട്ര n+1 by n ഹോൾ പവർ n ഹോൾ റേസ് ടു 1 by n ഈക്വൽ ടു എന്തായിട്ട് മാറും? ഇ ആയിട്ട് മാറും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള റിസൾട്ടാണ്. അപ്പോൾ അത് ഈ രീതിയിൽ കോഷീസ് ഫസ്റ്റ് തിയറം വെച്ചിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കോഷീസ് സെക്കൻഡ് തിയറം കൂടി ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ കോഷീസ് സെക്കൻഡ് തിയറം നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു റിസൾട്ട് കൂടിയാണ്. അപ്പോൾ എന്താണ് കോഷീസ് സെക്കൻഡ് തിയറം പറയുന്നത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസും നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വേണ്ടവർ ആ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ കോഷീസ് സെക്കൻഡ് തിയറം പറയുന്നത് ഇഫ് an be a sequence of all positive terms if limit n tends to infinity an by n exist. ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് n tends to infinity an by n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ then ലിമിറ്റ് n tends to infinity an raised to 1 by n എക്സിസ്റ്റ് മാത്രമല്ല അത് രണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് a എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ടേം സീക്വൻസ് ആണ്. മാത്രമല്ല ലിമിറ്റ് n tends to ഇൻഫിനിറ്റി
an+1/an ഈക്വൽ ടു എൽ, അതായത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദെൻ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an റേസ് ടു 1/n ആൾസോ ഈക്വൽ ടു എൽ ആയിരിക്കും. ഓക്കെ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന കോൺവേഴ്സ് പാർട്ട് ട്രൂ ആവുമോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, അതിനല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൗണ്ടർ എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി an റേസ് ടു 1/n എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എല്ലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് n ടെൻസ് ഇൻഫിനിറ്റി an+1/an എക്സിസ്റ്റ് ചെയ്യണമെന്നുണ്ടോ, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് രണ്ട് ഈക്വൽ ആവണം നിർബന്ധമുണ്ടോ എന്നൊക്കെ ഒന്ന് തലയിലിട്ടൊന്ന് ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം ചിന്തകളൊക്കെ നമുക്ക് ഇതേ ടൈപ്പ് പ്രോബ്ലംസ് വരുന്ന സമയത്ത് അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരികയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഈ പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ പ്രോബ്ലംസിനായി ആ ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.